ഫൈനലി നമ്മൾ ലംബോർഗിനി സിയൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിപൊളി ലംബോർഗിനി സിയൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇത് എങ്ങനെ സ്പോൺ ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മളെ ഗ്ലാസ് പ്രോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി ഗ്ലാസിൻ്റെ പ്രോക്സ്, ഈ ഒരു ഗ്ലാസിൻ്റെ പ്രോക്സ് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ലോട്ടസ് ടെമ്പിളും കാണാൻ ആഡ്, അപ്പോൾ ഈ ഒരു അടിപൊളി ലോട്ടസ് ടെമ്പിളും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അടിപൊളി ഒരു ലോട്ടസ് ടെമ്പിളാണ്. അപ്പോൾ ഒരു ലോട്ടസ് ടെമ്പിൾ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കലക്കി ചെയ്ത് തൊട്ട് തന്നെ ബെല്ലേക്ക് ജസ്റ്റ് അടിച്ച് പൊട്ടിച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് കൂട്ടുകാർ കൂടി ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലംബോർഗിനി സിയൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ആഡായി ഒരു അടിപൊളി ലോട്ടസ് ടെമ്പിൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടെങ്കിൽ ഈ ഒരു കിഡിലെ ലോട്ടസ് ടെമ്പിൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ലോട്ടസ് ടെമ്പിൾ ആഡ് ചെയ്യാൻ കരുതിയിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. അപ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിൽ വരാം. ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിൽ വന്നിട്ട് അവിടെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം. ഒരു സ്ലോട്ട് സെലക്ട് അവിടെ നിങ്ങൾക്ക് പേര് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അവിടെ ലോട്ടസ് ടെമ്പിൾ നിങ്ങളെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ലോട്ടസ് ടെമ്പിൾ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക. ഗെയിം പ്ലേ ആയിട്ട് വരുന്നതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമെങ്കിൽ ഗെയിം ലോഡിങ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഗെയിം ലോഡിങ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഇൻ്റർനെറ്റ് ഓപ്ഷനോടെ പേസ്റ്റ് എന്ന ബട്ടൺ കാണാം. അത് നേരെ പോയി ക്ലിക്ക് ചെയ്യരുത്. നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യണം. മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വൈഫൈ കണക്ഷനാണ് ഓൺ ചെയ്തത്. വൈഫൈ ഓൺ ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. ഒരു 5-6 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. 5-6 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ പേസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും. ഒരു 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കും. അപ്പോൾ എനിക്കിവിടെ ഫെയിൽഡ് ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കയറിയിട്ട് ജസ്റ്റ് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് കാണിക്കും. അപ്പം ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ ഓൺ ചെയ്ത് വെച്ചാൽ വൈഫൈ ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഒന്നുകൂടെ നമ്മളെ ഗെയിമിനകത്തോട്ട് കയറണം. ഗെയിമിനകത്തോട്ട് കയറിയിട്ട് കേസ് നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നേരെ നിങ്ങൾക്ക് നോക്കാൻ തന്നെ ഇരിക്കുന്ന കേസ് അതാണ് നമ്മുടെ അടിപൊളി ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ നമ്മുടെ ഗെയിമിലോട്ട് ആടായ അടിപൊളി ലോട്ടസ് ടെമ്പിൾ. അങ്ങോട്ട് പോകാൻ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ എന്തായാലും നമ്മുടെ BMW കാർ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ലോട്ടസ് ടെമ്പിൾ. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ മുമ്പിൽ തന്നെയായിട്ട് നമ്മുടെ അടിപൊളി ഇന്ത്യയുടെ പ്രൊഫഷണൽ ഫ്ലാഗ്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാകയും കളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ മെയിൻ ഫ്ലാഗും കളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നത് നമ്മളെ ലോട്ടസ് ടെമ്പിൾ എങ്ങനെയാണ് ഇരിക്കുക. അത്യാവശ്യം ലോട്ടസ് പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കിടിലുമായിട്ട് തന്നെ നമ്മൾ ലോട്ടസ് എങ്ങനെയാണ് നമ്മളെ വിരിഞ്ഞിരിക്കുന്നത്, നമ്മളെ കുളത്തിലൊക്കെ എങ്ങനെയാണ് നമ്മൾ താമര വിരിഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ താമര വിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി ലോട്ടസ് ടെമ്പിൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കിടിലമായിട്ട് തന്നെ വർക്ക് കൂടുതൽ എടുത്തിട്ടാണ് ഈ ഒരു അടിപൊളി ലോട്ടസ് ടെമ്പിൾ ചെയ്തത്. എന്തായാലും ഈ ഒരു അടിപൊളി ലോട്ടസ് ടെമ്പിൾ ചെയ്ത കൂട്ടുകാരന് എന്തായാലും വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു അടിപൊളി ലോട്ടസ് ടെമ്പിൾ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി കാണിച്ചത് ഇങ്ങനെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അകത്തോട്ട് ഒന്നുകൂടെ കയറി ഇവിടെ നമുക്കൊരു മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റിയ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സിനിമ ഒക്കെ കാണാൻ പറ്റിയൊരു സ്ഥലങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊരു ഇതാണ് കേസ് നമ്മളൊരു പാർട്ടി നടത്തുന്ന സ്റ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. അതാണ് TV കളൊക്കെ അവിടെ വലിയൊരു സ്ക്രീനുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ലോട്ടസ് ടെമ്പിൾ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടരും ലോട്ടസ് ടെമ്പിൾ എന്തായാലും ഒരു ലൈക്ക് തന്നേ പറ്റുള്ളൂ. ഇത് എത്ര ദിവസം കുത്തി ചെയ്ത ലോട്ടസ് ടെമ്പിളാണ്, എന്തായാലും ഇതിനൊരു ലൈക്ക് തന്നേ പറ്റുമോ. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മുടെ ഗെയിമിലോട്ടാണ് ഈ ഒരു ലംബോർഗിനി സിയാൻ. ഫൈനലി ഞാൻ ഇന്നലത്തെ വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് ലംബോർഗിനി സിയാൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഇന്ന് എനിക്ക് ഈ ഒരു ലംബോർഗിനി സിയാൻ എന്ന് പറഞ്ഞ കാറിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെനിക്കൊരു ഫീച്ചറായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ അത് മോഡൽ അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും വരാത്തത്. എനിക്ക് പേഴ്സണലി കിട്ടിയ ഒരു അപ്ഡേറ്റാണ്. ഇപ്പോൾ എന്തായാലും എനിക്ക് നേരത്തെ ഞാൻ ഇന്നലത്തെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ അതിലെനിക്ക് നമ്മളെ കാറിനകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും എനിക്കത് എനേബിളാക്കി തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും എനിക്ക് എന്തായാലും ഈ ഒരു അടിപൊളി കാറിനകത്ത് എനിക്ക് കയറാനായിട്ട് സാധിക്കും. ഇതുവരെയ്ക്ക് നമ്മുടെ ഒരു
ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡെവലപ്പറിൻ്റെ. അപ്പോൾ ഡെവലപ്പർ പറഞ്ഞൊരു കാര്യം, എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് വരുമ്പോൾ മാത്രമേ ഈ ഒരു ചീറ്റ് കോഡ് റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്ഡേറ്റ് വന്ന് ഈ കാർ സ്പോൺ ചെയ്യിക്കും മാത്രം നമ്മൾ ചീറ്റ് കോഡ് റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടിക്കുമ്പോഴും പക്ക ഫീൽ തന്നെയാണ് ഗൈസ് ഈ കാർ ഓട്ടിക്കാനായിട്ട്. അത്യാവശ്യം ഞാൻ നിങ്ങൾക്ക് ഓട്ടിച്ച് കാണിച്ചിരുന്നുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് കയറിയിരുന്നാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ളൊരു അടിപൊളി നമ്മൾ ഇത് തന്നെയാണ് ഗൈസ് ഈ ഒരു അടിപൊളി. ഇതിൻ്റെ പേര് നമ്മൾ ലംബോർഗിനി സിയാൻ. അപ്പോൾ ഒരു അടിപൊളി ലംബോർഗിനി സിയാൻ തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആഡ് ചെയ്ത് നമ്മുടെ ഡെവലപ്പർ അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ലംബോർഗിനി സിയാനാണ്. അപ്പം നിങ്ങളൊരു കുറച്ച് നാളൂടെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഗൈസ്. ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആവും ഗൈസ്. നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വരാൻ കരുതിയിട്ട് നല്ല രീതിയിൽ തന്നെ ഡിലേ ആവും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് എന്തായാലും ഉടൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ എന്തായാലും നിലവിൽ നമ്മൾ ഒറിജിനൽ ഗെയിമിൽ ഇത് വന്നിട്ടില്ല, അതെനിക്ക് കിട്ടിയ ഒരു വെർഷനാണ്. ആ ഒരു വെർഷൻ ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്തിട്ടില്ല. ആ ഒരു വെർഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ നമുക്ക് നമ്മളെ ഗെയിമിലോട്ട് റിലീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ നമ്മളെ ലംബോർഗിനി സിയാൻ എന്ന കാർ ഓട്ടിച്ച പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലംബോർഗിനി സിയാൻ എന്ന കാർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നാളോട് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മളെ ലംബോർഗിനി സിയാൻ എന്ന് പറയുന്ന കാറ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആകുമ്പം കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസും കാണാൻ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്ത് ഉടൻ തന്നെ നമ്മളെ ഗെയിമിലോട്ട് വരും. അപ്പോൾ ഇത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ചാനലിലൂടെ അറിയിക്കാം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഗ്ലാസ് പ്രോക്സ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ പ്രോക്സ് എടുത്തിട്ടുണ്ട്, അതേ മെത്തേഡിലൂടെ തന്നെയാണ് നമ്മൾ വാട്ടർ പ്രോക്സ് എങ്ങനെയാണ് എടുത്ത മെത്തേഡ്, ആ ഒരു വാട്ടർ പ്രോക്സ് എടുത്ത പോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി ഗ്ലാസിൻ്റെ പ്രോക്സ് എടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യണം. ഗെയിം ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്ലോട്ട് സെലക്ട് ആ പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പേരൊന്നും കൊടുക്കണം. നിങ്ങൾ നേരെ ജസ്റ്റ് സ്ലോട്ട് സെലക്ട് അവിടെ ബാക്ക് അടിച്ചിട്ട് നേരെ പ്ലേ കൊടുക്കാം. പ്ലേ കൊടുത്തിട്ട് ഗെയിം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്ന വെയിറ്റ് പ്ലേ കൊടുത്തിട്ട് നിങ്ങൾ നേരെ ചെയ്യാനുള്ളത് ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങണം. ഓക്കെ, അപ്പം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രോക്സ് വരുത്തണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് RJ ടൂൾ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിക്കണം. കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ P2 എന്ന് അടിച്ചിട്ടുണ്ട്. P2. അപ്പോൾ ഞാൻ P2 എന്ന് അടിച്ചപ്പോൾ നമുക്കിവിടെ ഒരു ഇതാണ് വന്നത്, സ്റ്റോക്ക് പോലത്തെ ഒരു സാധനം. ഇത് നമുക്ക് റോഡ് സൈഡിൽ വയ്ക്കുന്ന ഒരു ഐറ്റം, പേര് എനിക്ക് അറിഞ്ഞൂടാ. അത് P2 അടിച്ചിട്ട് ഇങ്ങനത്തെ റൈറ്റ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ നേരെ ഇതൊന്ന് സേവ് ചെയ്യണം. SD എന്ന് അടിച്ചിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സേവ് ആയിട്ടുണ്ട്. സേവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെ ഈ ഒരു ഗെയിമിൽ നിന്ന് ബാക്ക് ഇറങ്ങണം. ഈ ഒരു ഗെയിമിൽ നിന്ന് ബാക്ക് ഇറങ്ങിയിട്ട് നമ്മളെ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പാണ് നമ്മൾ ZR. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നേരെ കയറി ZR ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഡേറ്റയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ നമ്മളെ com.rohit എന്ന് പറഞ്ഞൊരു com.rohit ഇന്ത്യൻ ബൈക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. com.rohit ഇന്ത്യൻ ബൈക്സ് ഇത് അടക്കണം. അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫയൽസ് എന്ന് കാണാം. ആ ഒരു ഫയൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ RJS എന്ന് കാണാം. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. RJS ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കുറേ കോഡ്സ് കാണാം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നമ്മൾ RJS 27 എന്ന് പറഞ്ഞൊരു ഫോൾഡറാണത്. അപ്പോൾ 25ആണ് ഗൈസ്. ആ 25 എന്ന് പറഞ്ഞ ഫോൾഡർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വ്യക്തമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 27ാമത്തെ ഒരു ഫോൾഡറാണ് എടുത്ത് 27ാമത്തെ ഫോൾഡർ എടുത്തിട്ട് അവിടെ ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നേരെ ആദ്യം ഫസ്റ്റ് വിടുക. എന്നിട്ട് ഇവിടെ നമ്മളെ P2 എന്ന് അടിച്ചതിൻ്റെ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ നമ്മളെ ഗ്ലാസ് എന്ന് അടിച്ചെടുക്കും. വേറെ ഒന്നും മാറ്റില്ല, P2 മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കി അവിടെ ഗ്ലാസ് എന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഇവിടെ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നിങ്ങൾ ഒന്നുകൂടെ നമ്മുടെ ഗെയിമിനകത്തോട്ട് കയറാം. ഒന്നുകൂടെ ഗെയിമിനകത്തോട്ട് കയറിയിട്ട് നെക്സ്റ്റ് നമ്മൾ ആ ഒരു പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തിട്ട് നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ അടിച്ച ആ കോഡ് ഇവിടെ നിന്ന് അടിക്കണ്ട. നിങ്ങൾ നേരെ ആ ഒരു സ്ഥലത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അടിപൊളി ഗ്ലാസ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു ഗ്രേ കളർ ഗ്ലാസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വലിപ്പവും ചെറുപ്പമൊക്കെ ആക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ RJ ടൂൾ പോയിട്ട് മോഡ് ഓൺ നിങ്ങളെ കടിക്കുക. മോഡ് ഓൺ എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് നീക്കാനും വലിപ്പം കൂട്ടാനും വലിപ്പം കുറയ്ക്കാനും കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു അടിപൊളി ഗ്ലാസ്. എന്തായാലും കിടിലമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കേസ് അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ഈ ഒരു ഗ്ലാസ് നമ്മുടെ ഗെയിമിലോട്ട് ഏഡ് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം സൂപ്പറായിട്ട് അത്യാവശ്യം പാടുപെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം കിടിലമായി ചെയ്തെടുത്തു. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു വാട്ടർ ബോക്സ് ചെയ്തതുപോലെ തന്നെ ഇത് ചെറിയൊരു ഗ്ലിച്ചാണ്. നമ്മുടെ ഗെയിമിൻ്റെ ചെറിയൊരു ഗ്ലിച്ച് മൂലാന്തരമാണ് നമുക്കിതിപ്പോൾ കിട്ടണത്.
അപ്പം നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ വീട് പ്രോപ്സ് ഉപയോഗിച്ച് വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഒക്കെ നല്ല ഉപകാരമാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ എല്ലാ കൂട്ടത്തും എടുത്ത് കളിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.